നമസ്കാരം. രാജീവ് ചന്ദ്രശേഖരനെതിരായിക്കൊണ്ട് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച്, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ചില കാര്യങ്ങളെ എടുത്ത് പൊക്കിക്കൊണ്ടുവന്ന് വലിയ എന്തോ സംഭവമാണ് എന്ന രീതിയിൽ കള്ളക്കഥ പ്രചരിപ്പിക്കുകയാണ് റിപ്പോർട്ടർ TV. കൃത്യമായി പറയട്ടെ, 2004, 2005 കാലഘട്ടങ്ങളിൽ BPL കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ ഷെയറുകളും കൊടുത്ത് ആ ഷെയർ അവിടെ നിന്ന് മറ്റൊരാൾക്ക് വിറ്റുകൊണ്ട് അവരിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി തിരിച്ചിറങ്ങിയ ആളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു 4,300 കോടിയോളം രൂപയുടെ ഷെയർ അദ്ദേഹം ആ സമയത്ത് തന്നെ വാങ്ങി ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന് പറയുന്ന മറ്റൊരു മീഡിയ കമ്പനി രൂപീകരിച്ച് അതിലേക്ക് മാറിയ വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ. അതിനുശേഷം നടന്ന ചില സംഭവങ്ങൾ, അതായത് ഞാൻ ഒരു കമ്പനിയിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ ചെയർമാൻ സ്ഥാനത്തേക്കൊക്കെ വരുന്നു, അതിനുശേഷം ഞാൻ എന്റെ ഓഹരികളെല്ലാം വിറ്റുകൊണ്ട് ഞാൻ മറ്റൊരു കമ്പനിയിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ മാറിപ്പോയതിനു ശേഷം ഈ പഴയ കമ്പനി ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്തമുണ്ടോ? ഇല്ല, ഒരു തരത്തിലും ഉത്തരവാദിത്തമില്ല. അത് നമുക്ക് സ്വാഭാവികമായും ചിന്തിച്ചാൽ അറിയാവുന്ന കാര്യം മാത്രമാണ്. പക്ഷേ അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചത് എന്നിരിക്കെ 2005 ഈ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഓഹരികൾ എല്ലാം വിറ്റ് ഷെയറുകൾ വിറ്റ് പോയ മറ്റൊരു കമ്പനി തുടങ്ങിയ രാജീവ് ചന്ദ്രശേഖറിന് 2006 മുതൽ 2013 വരെ നടന്ന ചില സംഭവങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന്റെ പേരിൽ കള്ളക്കഥകൾ അടിച്ചിറക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV ചെയ്യുന്നത്. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജീവിന്റെ കമ്പനിയായിട്ടുള്ള BPL കമ്പനി പാട്ടക്കരാർ ലംഘിച്ചു, മറ്റേത് ലംഘിച്ചു, മറിച്ചത് ലംഘിച്ചു എന്നൊക്കെയാണ്. എങ്ങനെയാണ് ഇത് രാജീവിന്റെ കമ്പനി ആവുന്നത്? രാജീവിന്റെ കമ്പനി ആയിരുന്ന എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം BPL കമ്പനി എന്ന് പറയാം. രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാര്യാപിതാവ് TPG നമ്പ്യാരുടെ കമ്പനി എന്ന രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അല്ലാതെ അതെങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ കമ്പനി ആവുന്നത്? അങ്ങനെയല്ലല്ലോ. അതല്ല ഇരിക്കെ കള്ളം പ്രചരിപ്പിച്ച് ഒരു വലിയ വാർത്ത സൃഷ്ടിക്കാൻ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ ശ്രമിച്ചു. അതിനൊപ്പം തന്നെ റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട് അതിന്റെ മുതലാളിമാരായിട്ടുള്ള അഗസ്റ്റിൻ സഹോദരന്മാർ ഈ തെരഞ്ഞെടുപ്പ് ഈ കൈ അകലത്ത് ഏറ്റു നിൽക്കുന്ന സമയത്ത് അതിനെ ഒന്ന് തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരാനാണോ എന്നറിയില്ല, മെസ്സിയെ ഒക്കെ കൊണ്ടുവന്ന് ഇടതുപക്ഷ സർക്കാരിന് വളരെയധികം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിൽഡപ്പ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. തെരഞ്ഞെടുപ്പ് ഈ കയ്യകലത്ത് എത്തി നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഇടതുപക്ഷ സർക്കാരിന് കൃത്യമായൊരു രാഷ്ട്രീയ ബിൽഡപ്പ് കൊടുക്കാൻ വേണ്ടി മെസ്സിയെ ഒക്കെ കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പ് ആനുകൂല്യങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു നല്ല സർക്കാരാണ് എന്ന ചിന്തയൊക്കെ വരുത്താമെന്ന രീതിയിലൊക്കെയാണെന്ന് തോന്നുന്നു ഇവർ മെസ്സിയൊക്കെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തിയത്. പക്ഷേ മെസ്സിയെ കാണിച്ചുകൊണ്ട് കലൂർ സ്റ്റേഡിയം തന്നെ അടിച്ചു കൊണ്ടുപോകാനുള്ള പണിയായിരുന്നു എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. GCDAയും ഈ പറയുന്ന സ്പോൺസറും തമ്മിൽ കരാറില്ല. അതുപോലെ തന്നെ 66 ലക്ഷം രൂപ മുടക്കി സർക്കാർ ചെലവിൽ കരൂർ സ്റ്റേഡിയം പെയിന്റ് അടിച്ചു. ആ പെയിന്റ് അടിച്ചതിന്റെ മുകളിൽ ഇപ്പോൾ സ്പോൺസർ കൊണ്ടുപോയി പുതിയ പെയിന്റ് അടിക്കുന്നു. അതോടുകൂടി ആ പെയിന്റിന്റെ വാറണ്ടി തീരുന്നു. ആര് പറഞ്ഞിട്ടാണ് ഈ തരത്തിൽ അവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്? ഈ സ്പോർട്സ് ഫൗണ്ടേഷന് ഇത് കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കേരള സ്പോർട്സ് ഫൗണ്ടേഷന് ഇത് വിട്ടുകൊടുക്കണമെന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്ത് കരാറാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്? ഈ 80 അതായത് ഏകദേശം 80 കോടി രൂപ അല്ലെങ്കിൽ 70 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ പറയുന്ന സ്റ്റേഡിയത്തിൽ നടത്താൻ അതിന് പിന്നിലെ കാര്യം എന്താണ്? അത് എവിടെ നിന്നാണ് ആ പണം വരുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ചോദ്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായ രീതിയിൽ ഉത്തരമാവുകയാണ് എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ED അന്വേഷണം വരികയാണ് റിപ്പോർട്ടർ ചാനലിനും റിപ്പോർട്ടർ ചാനലിന്റെ MDക്കും അല്ലെങ്കിൽ അതിന്റെ അഗസ്റ്റിൻ സഹോദരന്മാർക്കും എതിരായിക്കൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ EDയും അതുപോലെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളും എത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എത്തുന്നു എന്ന് മാത്രമല്ല, പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. ഇവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ വേണ്ടി പോകുന്നു. അതായത് മുട്ടിൽ മരമുറി ഇടപാട്, മാംഗോ തട്ടിപ്പ്, ഈ പറയുന്ന ഇടപാടുമായി ബന്ധപ്പെട്ട്, അതായത് ഈ സ്റ്റേഡിയം ഇടപാടുകൾക്ക് പിന്നിലുള്ള 80 കോടി, മെസ്സിക്ക് സംഘത്തിനും അതായത് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ AFAക്ക് കൊടുത്തിട്ടുള്ള 130 കോടി രൂപ. ഈ 130 കോടി രൂപ എവിടെ നിന്നാണ് കൊടുത്തത്? ആരാണ് അതിന് പണം നൽകിയത്? അതിന്റെ സോഴ്സ് എന്താണ്? തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ ദുരൂഹതയുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇവരുടെ അക്കൗണ്ടുകൾ ഒരുപക്ഷെ മരവിപ്പിച്ചേക്കും എന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത്. ഇപ്പോ ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അതിന് ശക്തമായ നടപടി ഉണ്ടാകും. BJPയുമായി ബന്ധപ്പെട്ട് കള്ള വാർത്തകൾ കൊടുക്കുകയും BJPക്കാരെ തെരഞ്ഞുപിടിച്ച് അതിക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഈ SIT എന്ന് പറയുന്ന
ഈ റിപ്പോർട്ടർ ചാനലിന്റെ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം അവർ സ്വയം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ടീമിനെ അവർ പിന്നെ ബാംഗ്ലൂരുവിലേക്ക് പറഞ്ഞു വിട്ട് ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇതിന് വേറെ ഒരു കാര്യവുമില്ല. അതായത് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന കമ്പനി രാജീവ് ചന്ദ്രശേഖറിന്റെ ജൂപ്പിറ്റർ ക്യാപിറ്റലിന്റെ കീഴിലുള്ള ഒരു സംഘടന ആയതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരു കമ്പനി ആയതുകൊണ്ട് മാത്രം, ആ കമ്പനി എങ്ങനെയെങ്കിലും താറടിച്ച് കാണിക്കുക, ഏഷ്യാനെറ്റ് ഈ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള പുതിയ ചില ആരോപണങ്ങളുണ്ട്. ഈ ആദിവാസികളുമായി ബന്ധപ്പെട്ട് അവരുടെ നിലപാടുകളെ, ആദിവാസികൾ ഇവർക്ക് മരം വിറ്റത് അവർ പോലും അറിയാതെയാണ്, അതായത് മനഃപൂർവ്വം ആദിവാസികൾ ഇവരെ ചതിക്കുകയായിരുന്നു എന്ന രീതിയിലേക്കാണ് ഇപ്പോ റവന്യൂ വകുപ്പൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മുട്ടിൽ മരമുറി മുതലാളിമാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ബെന്നി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാനോ അതിൽ ഒരു കുറ്റപത്രം കൊടുക്കാനോ പോലും സാധിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോകുന്ന ഒരു സാഹചര്യം കൂടെ ഇവിടെയുണ്ട്. എല്ലാ തരത്തിലും ഈ കേസിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാരും റവന്യൂ വകുപ്പ് ആലോചിക്കണം. CPI ആണ്. CPI വളരെ നിലപാടുള്ള പാർട്ടിയാണെന്നൊക്കെ പറയുമ്പോഴും ഇവരുടെ ഈ തോന്നിവാസത്തെ അംഗീകരിച്ചു കൊടുത്ത് ഇത് അട്ടിമറിക്കാനുള്ള ശ്രമം വ്യാപകമായി നടക്കുന്നു. മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂട്ടർ പറയുന്നു ഇത് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്, CBI അന്വേഷണം ആവശ്യമുണ്ട്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെതായ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യം ഗൗരവകരമായി എടുത്തുകൊണ്ട് അന്വേഷണത്തിന് വേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി ഈ കാര്യത്തിൽ മുൻപ് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ വ്യാപകമായിട്ട് വ്യാജ പ്രചരണം നടത്തിയ സമയത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇവരുടെ തട്ടിപ്പ് പിടിക്കാൻ വേണ്ടി എത്തിയിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ആ സമയത്തും BJPയുടെ കേന്ദ്ര നേതൃത്വം പറഞ്ഞത് ഒരു മീഡിയക്കെതിരായി കൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യം ചെയ്യുമ്പോൾ അത് തിരിച്ചടി ഉണ്ടാവും, അതുകൊണ്ട് അത് വേണ്ട, മീഡിയ അല്ലേ, ഒഴിവാക്കാം എന്ന നിലയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇനി ആ ഇളവ് ലഭിക്കില്ല എന്നുള്ളത് തന്നെ കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നു. അന്ന് BJPയുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ടർ ചാനലിനെതിരെ നടപടി എടുക്കണ്ട എന്ന് പറഞ്ഞ ഒരു സീനിയർ നേതാവ്, അതായത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു. ആ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ അന്നത്തെ ഒരു നിലപാടായിരുന്നു ഈ റിപ്പോർട്ടർ TV രക്ഷപ്പെടുത്തിയത്. പക്ഷേ അതേ ജനറൽ സെക്രട്ടറിക്കെതിരായിക്കൊണ്ട് വ്യാജ വാർത്ത സൃഷ്ടിക്കാൻ അയാളുടെ ചില ഈ ഇടപാടുകൾ തേടി മറ്റൊരു സ്ഥലത്തേക്ക് ഈ SITയെ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ അയക്കുന്നു എന്ന വാർത്തയൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സുഖം എന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാ തരത്തിലും തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ റിപ്പോർട്ടർ ചാനലിനെ കൃത്യമായി നിലയ്ക്ക് നിർത്താനുള്ള ഒരു കാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് ഏതെങ്കിലും തരത്തിൽ ഭീഷണിയുടെയോ അല്ലെങ്കിൽ BJP വിരുദ്ധ വാർത്തകളുടെയോ പുറത്തല്ല, മറിച്ച് ഒരുപാട് തട്ടിപ്പ് നടത്തി അതിൽ നിന്ന് അങ്ങനെ സുഖിച്ച് പോകണ്ട എന്ന തരത്തിലുള്ള കൃത്യമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഇവരുടെ എല്ലാ ആസ്തികളും ഒരുപക്ഷെ കണ്ടുകെട്ടാനോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ബാൻ ചെയ്യാനോ ഈ അക്കൗണ്ട് മരവിപ്പിക്കാനോ ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് ഇന്ന് ചില മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾക്കും കിട്ടുന്ന വിവരങ്ങൾ അങ്ങനെ തന്നെയാണ്. എന്തായാലും റിപ്പോർട്ടർ ചാനലും അതുപോലെ തന്നെ ആൻഡ്രൂ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടിക്ക് കേന്ദ്രവും കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്.